നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ധനമന്ത്രി ഞാനാണ്, ഞാൻ തന്നെ എന്റെ വകുപ്പ് ഭരിച്ചുകൊള്ളാം. കെ.എൻ. ബാലഗോപാൽ കട്ടക്കലിപ്പിലാണ്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇനി ഇങ്ങനെ പറയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ചില ഉത്തരവുകൾ അത് ധനമന്ത്രി വെട്ടി എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിന് ധനവകുപ്പ് നൽകുന്നത് പുല്ലുവിലയായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ധനവകുപ്പിന്റെ തീരുമാനത്തിൽ പിണറായി തീർത്തും അതൃപ്തനാണ് എന്നും റിപ്പോർട്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 4% ക്ഷാമബത്ത അനുവദിച്ച് ധനവകുപ്പ് ഇറക്കിയ ഉത്തരവിലൂടെ മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ചതായി വിലയിരുത്തൽ ഉയരുന്നത്. 2023 ജനുവരി മുതലുള്ള കുടിശ്ശിക ഉൾപ്പെടെ ക്ഷാമബത്ത അനുവദിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ ഇത് ധനവകുപ്പ് അംഗീകരിച്ചില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. മന്ത്രിസഭ തീരുമാനിച്ച കാര്യം കേരളത്തിലെ ഒരു വകുപ്പ് വെട്ടുന്നത് അത്യപൂർവമാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ ഒരു കാര്യം ഓർഡർ ഇട്ടാൽ അത് നടപ്പായിരിക്കണം. അത് നടപ്പായില്ലെങ്കിൽ പിണറായി കൊടുവാളെടുക്കും. പക്ഷെ ആ പേടിയൊന്നുമില്ലാതെ എന്റെ വകുപ്പിൽ എന്തെങ്കിലും തീരുമാനം ഞാൻ തന്നെ എടുത്തുകൊള്ളാം, എന്നെ അങ്ങ് ഭരിക്കാൻ അനുവദിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് ധനമന്ത്രി എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഇറങ്ങാൻ മാസങ്ങൾ മാത്രമാണല്ലോ ബാക്കി. അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ തന്നെ എന്റെ വകുപ്പ് ഭരിച്ചുകൊള്ളാമെന്ന് ധനമന്ത്രി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇക്കണ്ട കാലം മുഴുവൻ പിണറായി വിജയന്റെ അടിമയായിട്ടാണ് നിന്നത്. പിണറായി വിജയൻ അയക്കുന്ന ഫയലിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു ധനമന്ത്രി. ധനമന്ത്രിക്കും മടുത്തിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ടാണോ ഇനിയിപ്പോൾ പിണറായി വിജയൻ ഉത്തരവിട്ട കാര്യം എനിക്ക് നടപ്പാക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഫയൽ തിരിച്ചയച്ചത് എന്നുള്ളതും ഒരു ചോദ്യമാണ്. DA വർധനയിലൂടെ 188 കോടി രൂപയാണ് പ്രതിമാസം സർക്കാരിന് അധിക ചെലവ് നേരിടുന്നത്. കുടിശ്ശിക അനുവദിക്കുകയാണെങ്കിൽ 6204 കോടി രൂപയാണ് ബാധ്യത. ഇതുകൊണ്ടാണ് ധനവകുപ്പ് ചില ഇടപെടൽ നടത്തിയതെന്നും സൂചനയുണ്ട്. ധനവകുപ്പിന്റെ ഉത്തരവിൽ ജീവനക്കാരുടെ പെൻഷൻകാരുടെ DA നിരക്ക് നിലവിലുള്ള 18% നിന്ന് 22% ഉയർത്തി എന്ന് മാത്രം സൂചിപ്പിച്ചതിനാൽ കുടിശ്ശിക നിഷേധിക്കപ്പെട്ടു. ഇതുവഴി DA വർധനയുടെ 33 മാസത്തെ കുടിശ്ശികയാണ് നിഷേധിക്കപ്പെട്ടത്. ഇത് ബോധപൂർവമാണെന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഇക്കാര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനോട് മുഖ്യമന്ത്രി വിശദീകരണം തേടും എന്ന സൂചനയും പുറത്ത്. തിരുത്തും ഉണ്ടാകും. CPM അനുകൂല സർവീസ് സംഘടനകൾ പാർട്ടി നേതൃത്വത്തെയും ഇക്കാര്യം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തെ ഗൗരവത്തിലെടുക്കുമെന്നാണ് അവരുടെ ആവശ്യം. മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളിൽ കാര്യമായ മാറ്റം വരുത്താൻ മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ. ചെറിയ മാറ്റങ്ങൾ മുഖ്യമന്ത്രി തലത്തിൽ വരുത്താറുണ്ട്. ഇക്കാര്യത്തിൽ ധനവകുപ്പ് ഏകപക്ഷീയമായി മാറ്റം വരുത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇക്കാര്യത്തിൽ ധനമന്ത്രിയെ മുഖ്യമന്ത്രി ശാസിക്കാനാണ് സാധ്യത. ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും 2023 ജനുവരി 1 മുതൽ നൽകാനുള്ള ഒരു ഗഡു DA DR നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം പെൻഷനോടൊപ്പം അനുവദിക്കാവുന്നതാണെന്ന് മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിൽ മാറ്റമൊന്നും വരുത്താതെയാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. ഈ തീരുമാനപ്രകാരം കുടിശ്ശിക ലഭിക്കത്തക്ക വിധത്തിലാണ് താഴെ നിന്ന് ഫയൽ ധനവകുപ്പിൽ എത്തിയതെന്നും അറിയുന്നുവെന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ മന്ത്രിതലത്തിൽ ഇടപെട്ട് കുടിശ്ശിക ഒഴിവാക്കുകയായിരുന്നു. ഇതാണ് പിണറായിയെയും ചൊടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയെ ധനവകുപ്പ് തിരുത്തി എന്നതാണ് ആക്ഷേപം. മുഖ്യമന്ത്രി എന്നതിലുപരി മന്ത്രിസഭാ തീരുമാനമാണ് അട്ടിമറിക്കപ്പെട്ടത്. ഇത് ധനമന്ത്രിയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തെ ഉദ്യോഗതല പിഴവാക്കി മാറ്റി ധനമന്ത്രി തലയൂരുമെന്നും സൂചനകളുണ്ട്. ഒക്ടോബർ 31 ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ DA കുടിശ്ശികയായ തീയതി ഒഴിവാക്കി ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും DA നിരക്ക് നിലവിലുള്ള 18% നിന്ന് 22% ഉയർത്തിയെന്ന് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് പണി കിട്ടിയതും. നിലവിൽ 6 ഗഡുക്കളായി 13% DA ആണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശികയുള്ളത്. മന്ത്രിസഭ തീരുമാനിച്ച് മുഖ്യമന്ത്രി അയച്ച ഫയല് ധനമന്ത്രി കീറിയതിന് തുല്യമായി പോയി ഈ നിലപാട്. എന്തായാലും ധനമന്ത്രി അവസാന ഘട്ടത്തിൽ അങ്ങ് ധനമന്ത്രിയായി തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള ട്രോളും വരുന്നുണ്ട്. ഇതിനു മുൻപ് വരെ ഈ പറയുന്ന പോലെ തന്നെ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴി നന്നാക്കുന്നതിനും ക്ലിഫ് ഹൗസിലെ കർട്ടൻ മാറ്റുന്നതിനും ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂൾ വൃത്തിയാക്കുന്നതിനുമൊക്കെ ഫയൽ അയക്കുന്നു. ഒന്നും നോക്കാതെ ധനമന്ത്രി അത് ഒപ്പിട്ട് കൊടുക്കുന്നു. പിണറായിയുടെ ദൂർത്തിനെല്ലാം കൂട്ടുനിന്ന് കൊടുക്കുന്നു. ഗതികേട് കൊണ്ടാണ്
എന്നാൽ അവസാന മാസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ധനമന്ത്രി ഇപ്പോൾ തല പൊക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ധനമന്ത്രിയുടെ തീരുമാനവും നടപടിയും പിണറായിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.